പന്നി കയറി ഇടിച്ചിട്ടൊരു വ്യക്തിക്ക് കൃഷി ഒരു പട്ടി വീട്ടിലുണ്ടായിരുന്ന പട്ടീനെ പൊതച്ച് വയറും മുറിച്ച് തിന്നു പന്നി. വുഡ് യു ബിലീവ് ദാറ്റ്? ഒരു പട്ടി കുറുക്കനില്ലേ മമ്മീൻ്റെ കൂടെ താമസിക്കാൻ, ഒറ്റയ്ക്ക് താമസിക്കുകയാണ് കഴിഞ്ഞ 27 കൊല്ലമായിട്ട്. ആരാ അവരെന്നെ നോക്കണേ? പട്ടി കുറുക്കനാണ്, കടുവയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വീടിൻ്റെ മുറ്റത്ത് ഇരിക്കുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുത്ത് പോയി തിരിച്ചു വന്നപ്പോൾ മമ്മി പിറ്റേ ദിവസം കടുവയുടെ ഫോട്ടോ എടുത്ത് അയച്ചെന്ന്. മനുഷ്യന് പട്ടിയുടെ വില പോലും ഇല്ല. ഇമോഷണൽ മുഖമൊന്നും ഇട്ടിട്ട് കാര്യമില്ല. ഇതിന് ഇവിടെ കൃത്യമായ നിയമം വരണം. പട്ടി ശല്യമാണെങ്കിൽ പട്ടിനെ ഒഴിവാക്കണം. മനുഷ്യൻ കഴിഞ്ഞിട്ടുള്ളൂ മറ്റുള്ള ജീവികളൊക്കെ, ഒരു സംശയമില്ലേ. മനുഷ്യൻ ജീവിക്കണം ആദ്യം, ബാക്കിയുള്ളതൊക്കെ സെക്കൻഡറി ആണ്. വേറൊരു സാധനം ഈ സ്ത്രീ കൃഷി ചെയ്യുന്നുണ്ട്. അരിമുട്ടിപ്പോയി. ഇപ്പം നിങ്ങൾ ചോദിക്കും, ഞാനൊക്കെ ന്യൂസിലാൻഡിലെ അനിയത്തിക്ക് ജോലിയിൽ എനിക്ക് കാശ് കൊടുക്കാൻ ഒഴിവില്ല. എൻ്റെ പണി അതല്ല. അവർക്ക് കൃത്യമായിട്ട് വരുമാനമുള്ള ടാക്സ് അടയ്ക്കുന്ന 6.25 ഏക്കർ ഭൂമിയുടെ ഉള്ളിൽ അവർക്ക് കൃഷി ചെയ്യാണ്ട് ആക്കിയത് ആരാണ്? പന്നിയാണ്. ഞാനാണോ അവർക്ക് കാശ് കൊടുക്കുന്നുണ്ട്? അവരവിടെ സഫക്കേറ്റ് ചെയ്ത് മരിക്കണം, കൃഷി ചെയ്യാൻ പറ്റാതെ. ഭംഗിയുള്ള ജീവിയാണ്, മയിലിനെ കൊല്ലാൻ പാടില്ല. അപ്പോൾ ഭംഗിയില്ലെങ്കിൽ എന്താ ചെയ്യുക? കൊല്ല. ഇതിൽ പല റേസിസം വരണ്ട. ന്യൂസിലാൻഡിൽ കൃത്യമായിട്ടുള്ള നിയമമുണ്ട്. അവിടെ പ്രെഡേറ്റേഴ്സ് ഇല്ല, പെസ്റ്റ് മാത്രമേ ഉള്ളൂ. യു ഇറാഡിക്കേറ്റ്, കിൽ ദം. ഇറ്റ്സ് എ പെസ്റ്റ് കൺട്രോൾ കോൾഡ് കള്ളിങ്. കൊന്നൊടുക്കാനാണ്. ഗോൾഡയുടെ മമ്മി മേരിക്കുട്ടി ചാക്കോന്റെ വീട്ടിലെ 6 ഏക്കർ ഭൂമിയുടെ ഉള്ളിലേക്ക് ഈ പന്നി കിടക്കുന്നുണ്ടോ? പൂശിയിരിക്കണം, അല്ലെങ്കിൽ പൂശാനുള്ള വകുപ്പ് അവിടെ ഉണ്ടാവണം. ആ വകുപ്പില്ലെങ്കിൽ നിങ്ങൾ മനുഷ്യനോട് യാതൊരു ധാർമ്മിക മൂല്യം കാണിക്കുന്നില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. അല്ലാതെ നിങ്ങൾ പറ. ഇന്ത്യയിലെ നിർബന്ധമായിട്ടും അല്ലെങ്കിൽ ഈ മൃഗം ഹണ്ട് ചെയ്യപ്പെടണം എന്ന് അനിവാര്യമായി തോന്നുന്നത് ഏതായിരിക്കും? ആ ചോദ്യത്തിന് ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ സാഹചര്യം വെച്ചിട്ട് എനിക്ക് പറയാൻ പറ്റിയിട്ടുള്ള ഒരു മൃഗമാണെങ്കിൽ പന്നിയാണ്. പന്നി ഇതാക്കി പന്നി കൃഷി വെച്ച് നോക്കുമ്പോൾ പന്നി ഒരു പെസ്റ്റാണ്. പന്നി ഒരു പെസ്റ്റാണ്, മയിലൊരു പെസ്റ്റാണ്, മുള്ളംപന്നി ഒരു പെസ്റ്റാണ്. ഇന്നിവിടെ കാണുന്ന നമ്മുടെ ചുക്ലിപ്പട്ടികളെല്ലാം പെസ്റ്റിൽപ്പെട്ടത് തന്നെയാണ്. പന്നിയുടെ കേസ് ഞാൻ കൃത്യമായിട്ട് പറയാം. ഞാൻ എൻ്റെ കഥയിൽ നിന്ന് പറയാം, എൻ്റെ ഫാമിലിയിൽ സംഭവിച്ചിട്ടുള്ള കാര്യത്തിൽ നിന്ന് പറയാം. ഗോൾഡയുടെ മമ്മി 2001 ഭർത്താവ് മരിച്ച സ്ത്രീയാണ്. ഗോൾഡയുടെ അനുജത്തിയാണ് ഉള്ളത്. ഇവരുടെ വീട്ടിലെ മെയിൻ കൃഷി എന്ന് പറയുന്നത് കാപ്പി, പിന്നെ കുറച്ച് കുരുമുളക്, പിന്നെ ഇടക്കാല കൃഷിയായിട്ട് വാഴയും കുറച്ച് ചേനയും ചേമ്പും. ഒരു സാധനം വീട്ടിൽ കഴിഞ്ഞ 5 വർഷമായിട്ട് മമ്മി കൃഷി ചെയ്തിട്ടില്ല. കാപ്പി അവിടെ ഉള്ളത് അതുപോലെയൊക്കെ ഉണ്ട്. വേറൊരു സാധനം ഈ സ്ത്രീ കൃഷി ചെയ്യുന്നില്ല. അരിമുട്ടിപ്പോയി. ഇപ്പം നിങ്ങൾ ചോദിക്കും, ഞാനൊക്കെ ന്യൂസിലാൻഡിലെ അനിയത്തിക്ക് ജോലിയിൽ എനിക്ക് കാശ് കൊടുക്കാൻ ഒഴിവില്ല. എൻ്റെ പണി അതല്ല. അവർക്ക് കൃത്യമായിട്ട് വരുമാനമുള്ള ടാക്സ് അടയ്ക്കുന്ന 6.25 ഏക്കർ ഭൂമിയുടെ ഉള്ളിൽ അവർക്ക് കൃഷി ചെയ്യാണ്ട് ആക്കിയത് ആരാണ്? പന്നിയാണ്. ഞാനാണോ അവർക്ക് കാശ് കൊടുക്കുന്നുണ്ട്? ഞാൻ കാശ് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ആ മമ്മി ചോദിക്കുന്ന ഒരു ചോദ്യം ചോദിക്കുന്ന ഒരാളുടെ എണ്ണം കുറഞ്ഞാണ് പോണത്. അവരവിടെ സഫക്കേറ്റ് ചെയ്ത് മരിക്കണം, കൃഷി ചെയ്യാൻ പറ്റാതെ. രക്തസാക്ഷി എന്ന് പറയും, ഇതാണ് രക്തസാക്ഷി. പന്നി കയറി ഇടിച്ചിട്ടൊരു വ്യക്തിക്ക് കൃഷി ഒരു പട്ടി വീട്ടിലുണ്ടായിരുന്ന പട്ടീനെ പൊതച്ച് വയറും മുറിച്ച് തിന്നു പന്നി. വുഡ് യു ബിലീവ് ദാറ്റ്? മമ്മി ചങ്ക് വെട്ടി കരഞ്ഞിട്ടാണ് ഫോൺ വിളിച്ചത്. പന്നി ഇടിച്ചാലല്ല, പട്ടി പോയില്ലേ. ഒരു പട്ടി കുറുക്കനില്ലേ മമ്മീൻ്റെ കൂടെ താമസിക്കാൻ, ഒറ്റയ്ക്ക് താമസിക്കുകയാണ് കഴിഞ്ഞ 27 കൊല്ലമായിട്ട്, 24 കൊല്ലമായിട്ട്. ആരാ അവരെന്നെ നോക്കണേ? പട്ടി കുറുക്കനാ. ഈ പന്നി കയറി കാപ്പിയിൽ മൊത്തം പന്നി ചെള്ളാണ്. ഞാൻ ഇത്തവണ ചെന്ന് കഴിഞ്ഞപ്പോൾ മമ്മീനെ ചെള്ള് കടിച്ചു എന്ന് പറഞ്ഞിട്ട് മമ്മി കണ്ണ് വലുതായപ്പോഴാണ് മനസ്സിലായത് ചെള്ള് കടിച്ചിരിക്കുകയായിരുന്നു കണ്ണിൻ്റെ കൂടെ. എന്തിനാ പറയാ, ജിറാഫിന്റെ ഒക്കെ ഇതിന്റെ അടിയിൽ ഈ സാധനം കടിച്ചിട്ട് ഇതാക്കി അവസാനം ഡോക്ടറെ കണ്ട് കണ്ണ് വലുത് ചെക്ക് ചെയ്തപ്പോൾ ഈ സാധനം അവിടെ കടിച്ച് വലുതായിട്ട് വരികയായിരുന്നു. അതിനെടുത്ത് കളഞ്ഞു. അപ്പം ഞാൻ ചെന്നപ്പോൾ മമ്മി എന്നോട് പറഞ്ഞേ, പിള്ളേരെന്നെ ഒന്നും കാപ്പിത്തോട്ടത്തിൽ ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഇവിടെ ഉണ്ടാട്ടാ നിറച്ച് ചെള്ളുണ്ട്, അത് ഒറ്റങ്ങളെ കടിച്ച് നമ്മൾ അറിയ പോലുമില്ല. പറഞ്ഞു, പിള്ളേരെ ഞാൻ കിടുമ്പിട്ടില്ല. ലിഷറിനായിട്ട് കുട്ടികൾ തന്നെ കാപ്പിത്തോട്ടത്തിൽ ഓടിച്ചിരുന്ന നമ്മൾ വന്ന കുട്ടികള് വീടിൻ്റെ അകത്തിരുന്നു. ഭ്രാന്തമായ കുട്ടികളാണ് അടുത്തത് പുറത്തേക്ക് വരിക. ഇവരാണ് ഇതിൽ നിന്ന് ഒഴിവാക്കിയതിൻ്റെ ഒരു ഭാഗിക കാരണം പന്നിയാണ്. പന്നിക്ക് ഇതറിയില്ല. അന്ന് വൈകുന്നേരം മമ്മി വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഞാൻ ചെന്നതിൻ്റെ 2ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്നെ കാണാനായിട്ട് ആദർശ് എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റഗ്രാമർ ഉണ്ട്. പുള്ളിക്കാരുടെ വൈഫും കൂടിയിട്ട് കുറ്റിയാടിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മമ്മി ഇവിടെ ഇരുന്നിട്ട് വൈകുന്നേരം കൊണ്ട് പറഞ്ഞു, എൻ്റെ കണ്ണിൻ്റെ അടിയിൽ എന്തോ ഉണ്ടെന്ന് നോക്കിയായിരുന്നു പറഞ്ഞു. ഹേയ് അതെന്നിട്ടിപ്പോൾ കടിക്കുന്നില്ലോ എന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഒന്നും കാണാനില്ല. അപ്പോൾ അനിയത്തി കുറച്ചു നേരം കുത്തിയിരുന്നു, ഗോൾഡ് കുറച്ചു നേരം കുത്തിയിരുന്നു. നോക്കി സൂചിയുടെ മോനയുടെ അത്ര വലുപ്പമുള്ള ടിക്ക് എഗെയിൻ 2ാമത് വന്ന് കണ്ണിലത് മേടണേ. അപ്പോൾ ഞാൻ ഈ ആദർശിൻ്റെ വൈഫ് കുറച്ച് OCD ഉള്ള ഇങ്ങനത്തെ കണ്ടു കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് ഇത് വേഗം എടുക്കണം.
അങ്ങനെ പുള്ളിക്കാരി എന്തൊക്കെയോ ഉപയോഗിച്ചിട്ട് രാത്രി ഉമ്മർത്തിരുന്ന് ഈ സാധനത്തിനെ കുത്തി എടുത്ത് കൈയിൻ്റെ മുകളിൽ വെച്ച് പൊട്ടിച്ചു. പാൻ പൊട്ടിക്കണ പോലെ. നോ ലൈസ്. അത്രയ്ക്കധികം പന്നി അറ്റാക്ക് ചെയ്ത് ഒരു സ്ത്രീനെ ഉപദ്രവിച്ച് കൊല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കടുവയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വീടിൻ്റെ മുറ്റത്ത് ഇരിക്കുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുത്ത് പോയി തിരിച്ചു വന്നപ്പോൾ മമ്മി പിറ്റേ ദിവസം കടുവയുടെ ഫോട്ടോ എടുത്ത് അയച്ചെന്ന്. ഞാൻ നടന്ന വഴിയില്ലേ പകല്. മനുഷ്യന് പട്ടിയുടെ വില പോലും ഇല്ല. ഇമോഷണൽ മുഖമൊന്നും ഇട്ടിട്ട് കാര്യമില്ല. ഇതിന് ഇവിടെ കൃത്യമായ നിയമം വരണം. മനുഷ്യന് ലൈസൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ കൃത്യമായി ലൈസൻസ് കൊടുത്ത് ഇത്രയും പന്നീനെ സാധനത്തിന് ഇറാഡിക്കേറ്റ് ചെയ്യണം. പട്ടി ശല്യമാണെങ്കിൽ പട്ടിനെ ഒഴിവാക്കണം. മനുഷ്യൻ കഴിഞ്ഞിട്ടുള്ളൂ മറ്റുള്ള ജീവികളൊക്കെ ഒരു സംശയമില്ല. മനുഷ്യൻ ജീവിക്കണം ആദ്യം, ബാക്കിയുള്ളതൊക്കെ സെക്കൻഡറിയാണ്. എന്നിട്ട് നമ്മുടെ ഹൃദയം വെച്ചിട്ട് ബാക്കിയുള്ളവരിനെയൊക്കെ നോക്കാം. ഇത് പന്നി മയില് എന്തോരം മയിലാണെന്നറിയോ അവരുടെ വീട്ടിൽ. ഭംഗിയുള്ള ജീവിയാണ്, മയിലിനെ കൊല്ലാൻ പാടില്ലെന്ന്. അപ്പോൾ ഭംഗിയില്ലെങ്കിൽ എന്താ ചെയ്യാ, കൊല്ല. ഇതിൽ പല റേസിസം വേറിണ്ട. പക്ഷെ ഇതിന് രണ്ടു രീതിക്കും പറയാനുണ്ട്. ഇപ്പൊ അവിടെയാണെന്നുണ്ടെങ്കിൽ അവരുടെ വാസസ്ഥലത്ത് നമ്മൾ മനുഷ്യർ വീട് വെച്ചിട്ട് പിന്നെ അവർ തുരുത്തുന്നത് എങ്ങനെയാണ് ശരിയെന്ന് പറഞ്ഞ ചോദ്യം ഒഴിവില്ല. ഇപ്പൊ തൽക്കാലം നമ്മൾ അവിടെ നിൽക്കുന്നത്. നിങ്ങൾ എന്താ ഞങ്ങളുടെ വീട്ടിലാണെന്ന് വിചാരിച്ചോ? ഇതൊക്കെ പറയാൻ നല്ല എളുപ്പമുണ്ട്. നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് പന്നി ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ കഥ നിങ്ങൾ പറയോ? ഈ പറഞ്ഞ ഏതെങ്കിലും നാട്ടുകാർ പറയോ? നിങ്ങൾ പൊളിച്ച് ഇവിടെ സിറ്റിയിൽ വന്നിട്ട് ഇവിടുത്തെ പന്നീരെ മുകളിൽ ഇവിടെ പന്നി വരാത്തോണ്ടല്ലേ? ഇവിടെ പന്നി വരാൻ എന്തെങ്കിലും കൂർക്കെങ്കിലും ഉണ്ടോ അവിടെ ഏതെങ്കിലും പറമ്പിന്റെ പിന്നിൽ ഇവിടെ കൊച്ചിയിൽ? കൃഷിക്കാരനെ ജീവിക്കണ്ടോ? അവരുടെ സ്ഥലത്ത് തന്നെ നമ്മൾ ജീവിച്ചാൽ, അല്ലെങ്കിൽ നമ്മളെ ഈ പരുവത്തിലാക്കിയത് നമ്മളൊക്കെ തന്നെ. ചോദിക്കുന്ന ചോദ്യം ന്യായമുള്ള ചോദ്യം തന്നെയാണ്. അവരുടെ സ്ഥലം നമ്മൾ എടുത്തത്. അതെ, പക്ഷെ അവരുടെ സ്ഥലത്ത് നമ്മൾ താമസിക്കുമ്പോൾ അവരെ നമ്മൾ പുറത്താക്കിയിട്ടുണ്ടായിരുന്നു ഇല്ലേ? പന്നി വന്നിട്ട് ഇടിച്ചിട്ട് കിടന്നുറങ്ങായിരുന്നു. എല്ലാ ദിവസവും രാവിലെ പന്നി വന്നിട്ട് ഇടിക്കുക, നിങ്ങൾ കാട്ടിലിങ്ങനെ കിടക്കുക. പന്നിനെ പൂശിയിട്ടുണ്ട് നമ്മള്. ഇന്നും ആ പൂശാനുള്ള വകുപ്പ് വേണം. അതുകൊണ്ട് ഇന്നും അവിടുത്തെ പന്നി തീർന്നു പോകുന്നില്ല. ന്യൂസിലാൻഡിൽ കൃത്യമായിട്ടുള്ള നിയമമുണ്ട്. അവിടെ പ്രെഡേറ്റേഴ്സ് ഇല്ല, പെസ്റ്റ് മാത്രമേ ഉള്ളൂ. യു ഇറാഡിക്കേറ്റ്, kill them. It's a pest control called culling. കൊന്നൊടുക്കാനാണ് അവിടെ ഉണ്ടായിട്ട്. ഇപ്പോൾ ഇതിൽ നിന്നുള്ളതല്ല, ന്യൂസിലാൻഡിലാണെങ്കിൽ അവിടെ ഉണ്ടായിട്ട് ഇവിടെ അനിവാര്യമായിട്ട് വരേണ്ടതാണ് തോന്നിയൊരു നിയമം എന്താ ശരിക്കും? അത് വളരെ അനിവാര്യമായിട്ട് വരേണ്ട നിയമം തന്നെയാണ്. പെസ്റ്റ് കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുള്ള ആക്ട് വന്നിട്ട് കൃത്യമായിട്ട് ഏതൊക്കെ വീട്ടിലാണോ എന്തൊക്കെയാണോ പ്രശ്നങ്ങൾ ഉള്ളത് വെച്ചെങ്കിൽ അവരുടെ വീട്ടിൽ ഒന്നെങ്കിൽ കണ്ണ്. ഇപ്പോൾ പക്ഷെ അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. നാട്ടിലെ സിറ്റുവേഷൻ അനുസരിച്ച് വീടുകളിലേക്ക് തോക്ക് കൊടുത്തു വിടാനൊന്നും പറ്റില്ല. പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് പന്നി, മയില്, മുള്ളം പന്നി, മറ്റേ കുറുനരി പോലുള്ള സാധനങ്ങൾ വീട്ടിലേക്ക് ഉപദ്രവിക്കാൻ ഫെൻസ് കടന്ന് നിങ്ങൾ എൻ്റർ ചെയ്യുന്നുണ്ടോ? ഫെൻസിൻ്റെ അപ്പുറത്ത് നമുക്കൊരു വിഷയമില്ല. ഗോൾഡയുടെ മമ്മി മേരിക്കുട്ടി ചാക്കോൻ്റെ വീട്ടിലെ 6 ഏക്കർ ഭൂമിയുടെ ഉള്ളിലേക്ക് ഈ പന്നി കടക്കുന്നുണ്ടോ? പൂശിയിരിക്കണം. അല്ലെങ്കിൽ പൂശാനുള്ള വകുപ്പ് അവിടെ ഉണ്ടാവണം. ആ വകുപ്പില്ലെങ്കിൽ നിങ്ങൾ മനുഷ്യനോട് യാതൊരു ധാർമ്മിക മൂല്യം കാണിക്കുന്നില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. അല്ലാതെ നിങ്ങൾ പറ, അല്ലേ? നിങ്ങൾ പറ. അതിൻ്റെ അപ്പുറത്ത് നിൽക്കണമെങ്കിൽ നമുക്ക് യാതൊരു ഉപദ്രവമില്ല. അതിൻ്റെ പ്രതി കടന്നാൽ ഞാൻ മേടും, അത്രയേ ഉള്ളൂ. അതിന് ഏത് സാധനം വന്നാലും മേടും. പുലി വന്നാൽ എന്താണെങ്കിലും മേടും. പുലി വരാണ്ട് നോക്കേണ്ടത് ഗവൺമെൻറ് ഉത്തരവാദിത്തം, നമ്മുടെ ഉത്തരവാദിത്തമല്ല. കാട് മുഴുവൻ ഇവരെ താമസിപ്പിക്കണം. അല്ലെങ്കിൽ ഗോൾഡനെ മമ്മീനെ മാറ്റിക്കാം, തൃശ്ശൂർക്ക് കൊണ്ടുവന്ന് ഞാൻ എടുക്കാം. ആ കാശ് സ്ഥലത്തിൻ്റെ കാശ് തരണം. അല്ലാണ്ടൊന്നും പറ്റില്ല ഉണ്ണി. ഇത് ഞാൻ അവിടെ അത് റോൾ മോഡലാക്കി വെച്ചിരിക്കുക മമ്മീനെ. മമ്മി അവിടെ കിടന്ന് മരിക്കണം. ഇത് അനുഭവിക്കണമെന്ന് പറഞ്ഞ പോലെ ഇത് പോരാടണം, ഫൈറ്റ് ചെയ്യണം. ഇതുണ്ടല്ലോ, ഇത് അട്ടർ നോൺസെൻസ് ആണ്. ഞാൻ വേർക്കേ ചെയ്യണ് പറയുമ്പോൾ എൻ്റെ ചങ്ക് പടയ്ക്കാണ്. അവർക്ക് ഒരു ചേന വയ്ക്കാൻ പറ്റാത്ത കണ്ടീഷനിലാക്കി കളഞ്ഞ്. ആർക്ക് പരാതി കൊടുത്ത ആരെടുക്കണം? കുറെ വേട്ടയാടലുകൾ നടന്നിട്ടുണ്ട്. ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ശരിക്കും ഏതായിരുന്നു? ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുണ്ടായിരുന്ന ഒരെണ്ണെന്ന് പറയുന്നത് ഒരു പന്നി മാൻ അതിൻ്റെ എല്ലാത്തിനെയും കൂടെ പിടിക്കാൻ പോണതിൻ്റെ കൂട്ടത്തിൽ ഒരു പന്നീനെ ഞാൻ പിടിക്കാൻ പോണ ഒരു സംഭവമായിരുന്നു. അതിനെ പിടിക്കാൻ പോണതിൻ്റെ ഇടയിൽ ഈ ക്യാമറ വെച്ചിട്ട് ഓടുമ്പോൾ ഒരു ക്ലിഫിൻ്റെ സൈഡിൽ നിന്ന് പുല്ലുകൂടെയാണ് ഓടുന്നത്, ക്ലിഫാണ്. അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ പോണ ആ ഹണ്ടറിനെ നോക്കിയിട്ടാണ് പോണത്. അപ്പോൾ ഞാൻ ശരിക്കും താഴേക്ക് നോക്കണില്ല. അപ്പോൾ ഒരു പുല്ലിങ്ങനെ പൊന്തി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കുറെ പുല്ലും കൂടി നമ്മൾ ഓടണേ, കട്ടപ്പുല്ലല്ലേ. ഒരു പുല്ലിലെത്തിയപ്പോൾ ഞാൻ ചവിട്ടിയതും ഈ പുല്ലിനോട് കൂടെ കീപ്പിട്ടിക്ക് വീണു. അപ്പോൾ ഒരു ഹോള് പോലെ കുറെ പുല്ലുകളുടെ ഇടയിൽ കൂടെ ഒരു 10, 20, 25 അടി ഞാൻ താഴെ വീണു. അത്രയും താഴെ? 25 ഫീറ്റ്. അപ്പോൾ ഇതിന്റെ ഒരു ഹൈറ്റും കൂടെ ഒരട്ടി. അപ്പോൾ ഞാനൊരു 3 ഞാൻ താഴെ വന്ന്. രസം എന്താ വെച്ചാൽ നല്ല ടൈറ്റ് പുല്ലായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പുല്ലിൻ്റെ ഇടയിൽ കൂടെ കറക്റ്റ് ഇങ്ങനെ ഇഴുകി താഴെ വന്ന് നിൽക്കണ്ടായി. പും എന്ന് പറഞ്ഞ ഒറ്റ വീഴ്ച പോലെ എൻ്റെ കാലോട് ഞാൻ ടൈറ്റായിട്ട് ഇറുകിയ വീണ് കീപ്പിട്ടയ്ക്ക്. അപ്പോൾ ഈ കൈയൊക്കെ കുറച്ച് ഒരഞ്ഞു മറിഞ്ഞ് പെയിൻ്റൊക്കെ പോയി. പക്ഷെ ഞാൻ കൃത്യമായിട്ട് താഴെ വന്ന്
താഴെ വന്ന ക്യാമറ അടക്കം കൈ പിടിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ ക്യാമറയുടെ മുകളിൽ വള്ളിയേറ്റ പൊട്ടിയിട്ട് മുകളിൽ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ കൈപ്പെട്ടിരിക്കുന്നത്. പക്ഷേ അഗെയിൻ അവിടുന്ന് അവികാശം നോക്കിയിട്ടുണ്ടായിരുന്നു. അവി ഹേ ബ്രോ യോ ഗുഡ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും ഇങ്ങനെ വന്ന് ഈ പന്നീനെ പോയി അത് മറ്റേ വാരിക്കുഴി ഒരുക്കിയതൊന്നുമല്ലല്ലോ. അതെ, അത് കഴിഞ്ഞിട്ട് താഴെ 1.5 കിലോമീറ്റർ താഴെയായിരുന്നു പന്നി ഉണ്ടായിരുന്നത്. ആ പന്നീനെ അന്ന് അവിടെ നിന്ന് പിടിച്ച് ആ പന്നീനെ അവിടെ നിന്ന് ഏറ്റിക്കൊണ്ടിരുന്നൊരു വീഡിയോ ഉണ്ട്. ആ ഒരു സംഭവം അന്നാണ് ഞാൻ ആദ്യമായിട്ട് അത്രയും ഹെവിയസ്റ്റ് ഒരു പന്നീനെ അത്രയും കൂടുതൽ ഡിഫിക്കൽട്ടാണ്, റിസ്ക് ആണ്, പക്ഷേ ഏറ്റവും കൂടുതൽ ത്രിൽ കിട്ടിയ മറ്റേ പറഞ്ഞ പോലെ കിക്ക് കിട്ടിയ അതായിരുന്നു വൺ ഓഫ് ദ ടഫസ്റ്റ് ഹണ്ട് എന്ന് ചെയ്തതെന്ന് പറയും. എല്ലാം കുറച്ച് ടഫാണ്. പിന്നെ കുതിരപ്പുറത്ത് പോയി ഒരു ഹണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ ഏതാണ്ട് 16 മുതൽ 17 മണിക്കൂർ കുതിരപ്പുറത്തായിരുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ട് കുതിരപ്പുറത്ത് കയറിയത് 17 മണിക്കൂർ. ഇറങ്ങി കഴിഞ്ഞപ്പോ മറ്റേ സലീം കുമാർ മറ്റേ പടത്തിൽ കൊട്ട കെട്ടി എല്ലാമേ പോച്ച് ഇങ്ങനെ ഇരിക്കാൻ പറ്റണേ ചേട്ടായിന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നത് തീരുണ്ട്. അത് അന്നാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് റമ്മ് കുടിക്കുന്നത്. അന്ന് അവൻ്റെ റമ്മ് മാത്രമേ ഉള്ളൂ. അപ്പൊ പുള്ളി റമ്മ ഞാൻ റമ്മ് കഴിക്കും. ചേട്ടാ ഇത് കഴിച്ചു ആപ്പിൾ ടൺ നല്ല സൂപ്പർ റമ്മാണ്. പുള്ളി കഴിച്ചു പഴയ വണ്ടികളുടെ അതൊരു സോഡ ചെയ്തിട്ട് അടിച്ചിട്ട് അതൊരു 4 മുട്ടും മണക്കാന്ന് അടിച്ചിട്ട് ആ വേദനയെങ്കിലും പോട്ട് വെച്ചിട്ട് ഇരുന്ന് അത്ര വേദനയായിരുന്നു. അതും ഒരു ടഫസ്റ്റ് ആയിരുന്നു. പക്ഷെ അതും ഭയങ്കര എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഹണ്ടിങ്ങിന് വ്യൂ വന്നൊരു ഹണ്ടിങ് ആ കുതിരപ്പുറത്ത് പോയത്. അത് ഞങ്ങൾ 1 മണി ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തിട്ട് ആ ചെയ്ത ആളെന്നെ വിളിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് കിട്ടുന്നില്ല. അന്നാണ് ആദ്യമായിട്ട് റമ്മ് അടിക്കുന്നത്. ഇവ റമ്മ് സ്വന്തമായിട്ട് റമ്മ് ഇറക്കുന്ന ആളാണ്. ബൂംബാങ് റമ്മുണ്ടല്ലോ, ഇറക്കണം ചെയ്യാൻ പോണു. ഇതിപ്പോ മറ്റേ രീതിയിൽ പറയാൻ പറ്റില്ല. ഞാൻ സ്വന്തമായിട്ട് മാറ്റുന്ന ആളാന്നൊക്കെ പറയാൻ പറ്റില്ല. ഇത് പുറത്ത് പുള്ളി ഓഫ്കോഴ്സ് പുറത്തായതുകൊണ്ട് അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതെ, പുള്ളിയുടെ ബ്രാൻഡിൽ ഇവിടെ ആകുമ്പോ നമുക്കിത് പറയാൻ പറ്റില്ലേ. മാറ്റി കുക്കറിന് വിസിൽ നമ്മളിപ്പോ ചെറിയൊരു സാധനം ഇപ്പൊ ഫെർമെന്റേഷൻ വീട്ടിൽ ചെയ്യാറില്ല. കുറെ സാധനങ്ങൾ നമ്മളെ ജിഞ്ചർ ബഗ് അങ്ങനെ സാധനങ്ങൾ പ്രോബയോട്ടിക്സ് ഒക്കെ അത് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് പേടിയാ. ഒരു പെർസെന്റേജ് കൂടുതൽ ആൽക്കഹോൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ നമ്മളെ എക്സസൈസ് ഒക്കെ ഒന്ന് പൂട്ടിക്കും. അപ്പൊ അതുകൊണ്ട് ഞാനതൊന്നും അത്ര നമ്മൾ ഈ വലിയ രീതിയിലൊക്കെ കൊമ്പൂച്ചൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ പാസ്ചറൈസ് ചെയ്യണം. ബാക്ടീരിയ കൊന്നിട്ടാണ് നമ്മൾ ഷെൽഫ് ലൈഫ് കൂട്ടുക. അങ്ങനെ കഴിച്ചിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ സ്വന്തം ആവശ്യത്തിന് കഴിക്കാന്നുള്ള രീതിയിൽ ഞാൻ എല്ലാവരും പഠിപ്പിച്ചു കൊടുക്കും. അത് ഭയങ്കര ഫേമസ് ആയി. ഞാൻ ബിഗ് ബോസിൽ വരെ ചെയ്തു ജിഞ്ചർ ബഗ്. നമ്മുടെ നല്ലതാണ് പ്രോബയോട്ടിക്സ്. പക്ഷെ അതിനകത്ത് ആൽക്കഹോൾ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അത് വാറ്റാവും അങ്ങനെയൊക്കെ ആവും, ഡേഞ്ചർ ആവും. അപ്പോൾ അതാണ് പ്രശ്നം. ഈ പറഞ്ഞ പോലെ ഇതൊക്കെ ഒരു ഇവിടെ ഒരു നോക്കണ രീതി ഒരു സാധനം ആൽക്കഹോളൊക്കെ ഉണ്ട് പറഞ്ഞാൽ ഇവനിപ്പോൾ ഇതാണ് പണി എന്നൊക്കെ ഉള്ള രീതിയിലാണ് നോക്കുക. ഈ അടുത്ത് സർവ്വമായി ഇറങ്ങിയ സമയത്ത് മമ്മൂക്ക നിന്ന് സത്യം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് മോൻ്റെ സിനിമ ഞാൻ കണ്ടു, ഒരു മുള്ളു പോലും കളയാതെ ഞാൻ എല്ലാം കഴിച്ചു എന്നുള്ളത്. അതായത് അതൊന്നും കളയാനില്ല, അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു, അത്രയും മൂവി എൻജോയ് ചെയ്തു എന്നുള്ള രീതിയിലേക്കാണ് ഞാൻ അതിന് മറ്റൊരു തരത്തിൽ ചോദിക്കുക. ആ മുള്ളു പോലും എടുത്ത് കളയാതെ അല്ലെങ്കിൽ അതിലുള്ള നമ്മൾ മാറ്റി നിർത്തുന്ന സാധനം പോലും കളയാതെ മുഴുവനായിട്ട് കഴിക്കാൻ തോന്നിയൊരു സാധനം വിഭവം ഏതായിരിക്കും, അല്ലെങ്കിൽ ഒരു ഫിഷ് ഏതായിരിക്കും? ഫിഷ് മുഴുവനായിട്ട് കഴിക്കാൻ അതായത് ആ മുള്ളു പോലും ആ ടേസ്റ്റ് കൊണ്ട് മാറ്റി വെക്കാൻ തോന്നിയിട്ടില്ല എന്നുള്ള രീതിയിലേക്ക് കഴിക്കാൻ തോന്നിയൊരു സാധനം ഏതായിരിക്കും? അതൊരു ടഫ് ക്വസ്റ്റ്യൻ ആണ്. മേ ബി കാളാഞ്ചിയാണ്. നമ്മള് ഇപ്പൊ ലാസ്റ്റ് പിടിച്ചത് മറ്റേ ഇത് അതിൽ ചോദ്യങ്ങൾ വന്നതും കാളാഞ്ചി തന്നെയല്ലേ? നിങ്ങൾ ഡ്രാമ ഇറക്കിയതല്ലേ മുൻകൂട്ടി പിടിച്ച് ഇട്ടുള്ള മീനല്ലേ ചോദിച്ചത്? എന്റെ വീട്ടില് കാളാഞ്ചി വറുത്തത്, കാളാഞ്ചി കറിയാണ് ഒന്നിലിന്റെ അവിടെ ഉണ്ടാക്കിയത്. നമ്മുടെ അവിടെ ഉണ്ടാക്കിയത് കാളാഞ്ചിയുടെ ബിരിയാണി. കാളാഞ്ചിയുടെ ബിരിയാണി. കാളാഞ്ചി കാളാഞ്ചിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അങ്ങനെ ആ ഒരു മുള്ളു പോലും കളയാൻ കഴിക്കാൻ തോന്നിയിട്ടുള്ള ഒരു മീൻ. ഓക്കെ, ബ്രോക്ക് ഏതായിരിക്കും? അങ്ങനെ മുള്ളു പോലും അതായത് ഒന്നും മാറ്റിവെക്കാൻ തോന്നില്ല, അത്രയും ടേസ്റ്റ് കൊണ്ട് നമ്മള് തോന്നിയിട്ടുള്ള ഐറ്റം ഏതായിരിക്കും? എനിക്ക് നല്ലൊരു ഇഷ്ടപ്പെട്ട മീൻ ആക്ച്വലി ഇന്നലെ ബൂംബാങ്ങിന് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും പറ്റി. വിളമീൻ എന്റെ കടയിലും വെക്കുമായിരുന്നു ഞാൻ. അത് ജസ്റ്റ് ഇവിടെ എല്ലായിടത്തും വൈറ്റ് സ്നാപ്പർ എന്ന് പറഞ്ഞാൽ വിൽക്കുക, തെറ്റാണത്. ഒരു ബ്രീമാണ്. അപ്പൊ അത് ഒരു മീൻ നല്ലതാണ്. അതിന് മുള്ളൂരും കളയാൻ തോന്നില്ല. ആക്ച്വലി എന്റെ റെസ്റ്റോറന്റിൽ മുള്ളൂര് ആൾക്കാർ തിന്നു ഡീപ് ഫ്രൈ ചെയ്തിട്ട്. ഞാനത് റെസ്റ്റോറന്റിൽ 2018 കൊടുക്കുമ്പോൾ ഒരു പേരുണ്ടായിരുന്നു ഫ്ലൈയിങ് ഫിഷ് എന്ന് പറഞ്ഞിട്ട്. ആൾക്കാർ മുള്ളൂരെ അടിച്ച് തീർക്കും അത്. അതിനകത്ത് അങ്ങനെയാണ് ആ മീൻ. എല്ലാ മീനും ആ പൊട്ടൻഷ്യൽ ഉണ്ട്. നമ്മൾ ചിലപ്പോ ആവോലി മാത്രം അങ്ങനെ കഴിക്കുള്ളൂ, കൊഴുവ മാത്രം അങ്ങനെ കഴിക്കുള്ളൂ. പക്ഷെ എല്ലാ മീനും പൊട്ടൻഷ്യൽ ഉണ്ട്. മുള്ളിന്റെ ഇടയിലൊക്കെ നല്ല ടേസ്റ്റ് ആണ് ആക്ച്വലി. കാളാഞ്ചി റേസ് പറഞ്ഞാൽ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് സംഭവം പിടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവസാനം വന്നു വരുമ്പോൾ നിങ്ങളിത് മുൻകൂട്ടി പിടിച്ചല്ലേ, നിങ്ങൾ വില പറഞ്ഞ് മാർക്കിൽ കൊണ്ടുപോയിട്ട് ഇട്ടല്ലേ എന്ന് കേൾക്കുന്നവരുടെ കമന്റ്സ് ഉണ്ടായിരിക്കാം. ഇതൊക്കെ മൈൻഡ് ചെയ്യാതിരിക്കേണ്ട ഒരു കാലഘട്ടം കഴിഞ്ഞു, അല്ലെങ്കിൽ അത് സീരിയസ് ആയിട്ട് എങ്കിൽ പോലും ഒരു വിഷമം വരുമോ നമ്മൾ ഇത്ര എഫേർട്ട് എടുത്തിട്ട് ഇങ്ങനെ? ഒരു കണ്ടന്റ് ആയില്ലോ പറയില്ല. അതിന്റെ ഒരു മറുപടി വീഡിയോ പറയുന്നുണ്ട്. ഞാൻ ഇന്ന് ബൂംബാങ് ചെയ്യണ വീഡിയോ എന്താണെന്ന് എനിക്കറിയാം.
കഴിഞ്ഞ ആഴ്ച പിടിച്ച മീൻ കെട്ടിപ്പൊക്കിയതിനെ കുറിച്ച് ഒരു വിവരണം ഉണ്ടാവും. അതേപോലെ തന്നെ വിവരണം തുടക്കത്തിൽ കൊടുത്തു. അതായത് എല്ലാ കാര്യത്തിനും ഞാൻ വിവരണമായിട്ട് വരാറില്ല. ചില കാര്യങ്ങളിൽ വിവരണം അതിൻ്റെ ഒരു സയന്റിഫിക് വേല എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആക്ച്വലി അത് നോക്കും. ഇപ്പം നമ്മുടെ എല്ലാ വീഡിയോയും എല്ലാവരും കാണുന്നതല്ല. ഇപ്പം ഞാനൊരു വീഡിയോയിൽ പറഞ്ഞ കാര്യം തന്നെ വേറൊരു വീഡിയോയിൽ റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാരണം ആ വീഡിയോ കാണുന്നത് വേറൊരാളായിരിക്കും. അപ്പോൾ ചിലർ പറയാറുണ്ട് എനിക്കതൊരു സെപ്പറേറ്റ് കണ്ടന്റ് ആണ് എന്നുള്ളത്. കണ്ടന്റിനേക്കാൾ ഉപരി ഇത് പല ആളുകളിൽ പല സമയത്ത് എത്താറുണ്ട്. അപ്പോൾ ഇപ്പം അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ തനിയല്ലേ നമ്മൾ ചെയ്യുക. അതുപോലത്തെ ഒരു ഇൻസിഡന്റ് അടുത്തത് വരുമ്പോൾ ഈ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. അപ്പൊ അതൊരു കണ്ടന്റും കൂടിയാണ്. അപ്പൊ ആളുകൾക്ക് അത് കേൾക്കാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ അണ്ണൻ ചിലപ്പോ ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ മറുപടി കൊടുക്കുമ്പോൾ മറ്റൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ചോദ്യം ഉള്ളിലുണ്ടായിട്ട് ചോദിക്കാത്തവരുണ്ടാവും, അവർക്കും കൂടി കിട്ടുന്ന പോലെ ആയിരിക്കും. ഇപ്പൊ അങ്ങനെ ഒരു കമന്റിൽ ആരും ഇട്ടില്ല, പക്ഷെ ഇവരെ മൈൻഡിൽ ഉണ്ടാവായിരിക്കാം. പക്ഷെ നമുക്ക് ഇതെടുത്ത് പറയാനും പറ്റില്ല. ഇങ്ങനെ വന്നുള്ളതുകൊണ്ട് തന്നെ മറുപടി ആവുകയും ചെയ്തു, എല്ലാവർക്കും ഉള്ളത് ഉത്തരം കൊടുക്കാൻ പറ്റിയെന്നുള്ള സംഭവം കൂടി ഉണ്ട്. അത് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരുപാട് ഫിഷിംഗ് ആൻഡ് ഹണ്ടിങ്ങിനൊക്കെ പോയിട്ടുണ്ട്. ഇതിലൊരു 40% സക്സസ്ഫുൾ ആയിട്ടുള്ളൂ. 60% വീഡിയോ നിങ്ങളാരും കണ്ടിട്ടില്ല. അപ്പൊ അത്രയും എനിക്ക് കൃത്യമായിട്ട് അറിയാം ഇന്നൊരു പരിപാടിക്ക് പോയാൽ ഇതിന് ഇത്ര. അപ്പൊ ഞാനൊരു മീൻ പിടിക്കാൻ പോണ ആളെയല്ല. ഞാൻ ഒരു ഫിഷിങ്ങിന് പോകുമ്പോൾ ഇന്നൊരു മീൻ കിട്ടണം, അങ്ങനെയാകുമ്പോ എന്തൊരു വിഷമത്തിലാ തിരിച്ചു വരിക. ഇപ്പൊ ആദ്യത്തെ ദിവസം ഈ കാളഞ്ഞിനെ പിടിക്കാൻ പോകുമ്പോൾ തന്നെ ആദ്യത്തെ ഒരു 3-4 മണിക്കൂർ മീൻ കിട്ടുന്നില്ല. അപ്പൊ ഇവർക്ക് ഞാൻ വന്നിട്ട് മീൻ കിട്ടിയില്ല എന്നുള്ള വിഷമത്തിലാണ് ജെയിംസ് ഊട്ടി ഇരിക്കുന്നത്. പക്ഷെ ഞാൻ വളരെ സിമ്പിളായിട്ട് ക്യാമറ ഒക്കെ എടുത്ത് അവിടെയുള്ള ആൾക്കാരനെയൊക്കെ വീഡിയോ എടുത്ത് വളരെ കൂളായിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഞാൻ KNKയോട് പറയണത് നിങ്ങളൊരു പതുക്കെ പിടിച്ചാൽ മതി, ഇത് കിട്ടിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, വൈകുന്നേരം ആവണോ വരെ മീൻ കിട്ടിയിട്ടില്ല വെച്ചെങ്കിൽ അതൊരു നല്ല കാര്യമായി. കാരണം എന്താ വെച്ചാൽ കുറച്ചേരം ഈ കടലിന്റെ സൈഡിൽ വന്നിട്ട് ഇങ്ങനെ ഇരുന്നു. ഞാൻ ഷർട്ടൊക്കെ കൂടി. അപ്പൊ എൻ്റെ അടുത്തൊക്കെ നിങ്ങൾക്ക് ഈ വെയിലുള്ള വല്ല പ്രാന്തമുള്ള വൈറ്റമിൻ ഡി, ഐ ആം ഗെറ്റിംഗ് സം വൈറ്റമിൻ ഡി, ഇറ്റ്സ് ഓക്കെ. എന്നിട്ട് തലയൊക്കെ എൻ്റെ ബേണായി പോയി. ഞാൻ അങ്ങനെ എൻജോയ് ചെയ്യുന്ന ഒരാൾ. അപ്പൊ ഒരു ടാർഗറ്റ് ചെയ്തിട്ട് ഇന്ന് ഇവിടെ കാളാഞ്ചിനെ പിടിക്കണം, കാളാഞ്ചിനെ കൊണ്ടുവന്ന് വീഡിയോ ചെയ്യണം എന്നുള്ള ആഗ്രഹം എനിക്കില്ല. എനിക്ക് വീട്ടിൽ നിന്നിട്ട് തക്കാളി സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ കൂടും. സെറ്റാണ്. എന്തിനാണ് ഞാൻ ഈ പാട് വിട്ടിട്ട് ഇവിടെ വരെ വന്ന് മീന് കെട്ടിപ്പോക്കേണ്ട കാര്യം ഇരിക്കുന്നത്. വെയിലും കൊണ്ട് ഐ എം എൻജോയിങ് ദാറ്റ് മൊമെന്റ്. അപ്പൊ അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാലോ, ആളുകൾ അത് കാണും. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ.